ഗാസ യുദ്ധകാലത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രഹസ്യ രേഖകൾ ചോർത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ചീഫ് ഓഫ് സ്റ്റാഫിനെ കസ്റ്റഡിയിലെടുത്തു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സഹായിയായ ബ്രഹ്മൻ എന്ന വ്യക്തിയെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ആദ്യം പേര് വെളിപ്പെടുത്താൻ ഇസ്രായേൽ തയ്യാറായിരുന്നില്ല. പിന്നീട് ചില മാധ്യമങ്ങളാണ് ഈ പേര് കണ്ടെത്തിയതും. അതേപോലെ തന്നെ ലവാഗ് 433 മേജർ ക്രൈംസ് യൂണിറ്റ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരികയാണ്. ഏകദേശം 13 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചോദ്യം ചെയ്യലിനൊടുവിൽ തന്നെ വിട്ടയച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് 15 ദിവസത്തേക്ക് വിലക്കുകയും 30 ദിവസത്തേക്ക് ഇസ്രായേൽ വിടുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ വ്യക്തമായ ഒമർ മൻസൂറിനെയും ഇതേ വിഷയത്തിൽ തന്നെ ചോദ്യം ചെയ്തതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2024 ഓഗസ്റ്റിൽ റാഫേൽ 6 ഇസ്രായേലി ബന്ദികളെ ഹമാസ് വധിച്ചതിനെ തുടർന്നുണ്ടായ കടുത്ത പ്രതിഷേധത്തിനിടയിലാണ് ഈ ഒരു ചോർച്ച കേസ് പുറത്തു വന്നിരിക്കുന്നത്. ഈ സംഭവം സർക്കാരിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. അതേസമയം ഗാസയിൽ ഇപ്പോഴും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടരുകയാണ്. ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 2 മുതിർന്ന ഹമാസ് നേതാക്കളെ കൊലപ്പെടുത്തിയതായും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ ഹമാസ് ആന്റി ടാങ്ക് മിസൈൽ വിഭാഗത്തിന്റെ തലവനായി വിശേഷിപ്പിക്കപ്പെട്ട കമൽ അബദ് അൽ റഹ്മാൻ മുഹമ്മദ് എന്ന വ്യക്തിയാണ് ഹമാസിന്റെ ആയുധ നിർമ്മാണ വിഭാഗത്തിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന 2 പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഗാസയിൽ നിന്ന് ഇസ്രായേലി സൈനികർ അവിടെ വിന്യസിച്ചിരുന്നു. അത് മാത്രമല്ല ഗാസ സിറ്റി ഭാഗത്തേക്ക് നടന്ന റോക്കറ്റ് വിക്ഷേപണത്തിന് ശേഷമാണ് ഇത്തരത്തിൽ തിരിച്ചടിച്ചതെന്നതാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെട്ടതായി തന്നെ ഗാസയിലെ ആരോഗ്യ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തു. മുഹമ്മദ് ഔവന്റെ മരണമാകട്ടെ ഔദ്യോഗിക പാലസ്തീൻ വാർത്താ ഏജൻസിയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ മുഹമ്മദ് ആകട്ടെ ഹമാസ് നേതാവല്ല, സാധാരണ പൗരനാണ് എന്നതാണ് മറ്റ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഹമാസ് ഇതുവരെ ഔദ്യോഗികമായി തന്നെ ഇതിലൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. അതേപോലെ തന്നെ ഇസ്രായേൽ ആക്രമണത്തിൽ 5 കുട്ടികൾ ഉൾപ്പെടെ തന്നെ 14 പാലസ്തീനികൾ കൊല്ലപ്പെടുകയും 17 പേർക്ക് അവിടെ പരിക്കേൽക്കുകയും ചെയ്തതായും ആരോഗ്യ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇരകൾ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയാത്ത പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതായി തന്നെ ഉദ്യോഗസ്ഥർ അറിയിച്ചു. 2025 ഒക്ടോബർ 10 അവിടെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് മുതൽ തന്നെ 439 പേർ കൊല്ലപ്പെട്ടു എന്നതാണ് പ്രാദേശിക ആരോഗ്യ അധികൃതരുടെ കണക്ക്. 1223 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം ഗാസയുടെ ഭരണ നിർവഹണത്തിനായുള്ള വിവിധ രാജ്യങ്ങൾ ഉൾപ്പെട്ട ബോർഡ് ഓഫ് പീസ് അടുത്തയാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചേക്കും. ഗാസയുടെ ഭരണം, ഹമാസിന്റെ നിരായുധീകരണം, രാജ്യാന്തര സമാധാന സേനയെ നിയോഗിക്കൽ എന്നിവയാണ് ബോർഡ് ഓഫ് പീസിന്റെ ദൗത്യമായി പറയുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.